വസുവിനെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള താല്പര്യത്തിൽ അവനോട് ഓരോന്ന് ചോദിക്കുവാണ് ഋതിക. ശിവൂട്ടനെ വസു വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ട്. നിലുവിൻ്റെ കുഞ്ഞും കൂടി ഉള്ളതുകൊണ്ട് കുഞ്ഞിപ്പെണ്ണിപ്പോൾ ഫുൾ ടൈം വസുവിനൊപ്പമാണ്. ഹർഷൻ ഇപ്പോഴും കാര്യം എന്താണെന്ന് പറഞ്ഞില്ല. ഋതിക ചോദ്യം ആവർത്തിച്ചു. അത് ഒരു കേസിൻ്റെ ഭാഗമായി സംഭവിച്ചതാണ്. ഒരു കൊച്ചു പെൺകുട്ടിയെ, അതായിരുന്നു കേസ്. പാവപ്പെട്ട വീട്ടിലെ കുട്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പോലീസുകാരല്ലാതെ മറ്റാരും ഉണ്ടായിരുന്നില്ല ആ കുടുംബത്തെ സഹായിക്കാൻ. ഞങ്ങളെ വിശ്വസിച്ച് കുട്ടിയുടെ അച്ഛനും അമ്മയും ചേർന്ന് സ്റ്റേഷനിൽ വന്ന് കംപ്ലൈൻറ്റ് തന്നു. ഞാൻ വീട്ടിൽ വന്നപ്പോൾ ഏട്ടനുമായി കേസിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്തു. ഏട്ടന് ഈ വക ക്രൈം ചെയ്യുന്നവരോട് വല്ലാത്ത ദേഷ്യവും വെറുപ്പുമാണ്. അതുകൊണ്ട് ഏട്ടൻ പേഴ്സണലി ഈ കേസിൽ ഇടപെട്ടു. അവസാനം പ്രതിയെ കണ്ടെത്തുകയും ചെയ്തു. സ്ഥലം MLAയുടെ സൽപുത്രനായിരുന്നു പ്രതി. അയാളുടെ ഗസ്റ്റ് ഹൗസിൽ നിന്നും ഞങ്ങളുടെ ടീം അവനെ കയ്യോടെ പൊക്കി. മിനിറ്റുകൾക്കുള്ളിൽ അവനെ പുറത്തിറക്കാൻ ആള് വരുമെന്നറിയാമായിരുന്നു. അതുകൊണ്ട് അവർ എത്തുന്നതിന് മുന്നേ ഏട്ടൻ അവനെ നന്നായൊന്ന് കൈവച്ചു. പാവം ഇപ്പോൾ കൈയും കാലും നട്ടെല്ലുമൊക്കെ ഒടിഞ്ഞ് ഹോസ്പിറ്റലിൽ കിടക്കുവാണ്. ജീവൻ ഉണ്ടെന്നേ ഉള്ളൂ. അതിന് നിങ്ങൾക്കെന്തിനാ സസ്പെൻഷൻ? ഋതികയിൽ വീണ്ടും സംശയം നിറഞ്ഞു. ഞങ്ങളുടെ കൂടെ തന്നെ ഇതുപോലെയുള്ള നേതാക്കളെ സപ്പോർട്ട് ചെയ്യുന്ന കാക്കിക്കുള്ളിലെ നല്ല മനുഷ്യർ ഒരുപാടുള്ളത് കൊണ്ട് അതിലൊരുത്തൻ ഏട്ടനാ ചെറുക്കനെ തല്ലി ചതയ്ക്കുന്ന വീഡിയോ എടുത്ത് അവൻ്റെ തന്തയ്ക്കും മീഡിയയ്ക്കും അയച്ചു കൊടുത്തു. പിന്നെ അത് വലിയ വിവാദമായി. ആന ചേന എന്ന് പറഞ്ഞ് കുറേ പേര് ചേർന്ന് ഏട്ടനെ വളഞ്ഞു. പിന്നെ നിവൃത്തിയില്ലാതെ IG ഏട്ടന് സസ്പെൻഷൻ കൊടുത്തു. സംഭവം നടന്നത് എൻ്റെ സ്റ്റേഷനിൽ വെച്ചായതുകൊണ്ട് എനിക്കും കൂടെ ഉണ്ടായിരുന്ന 4 കോൺസ്റ്റബിൾസിനും സ്പോട്ടിൽ സസ്പെൻഷൻ അടിച്ചു കിട്ടി. ഹർഷൻ നെടുവീർപ്പിട്ടുകൊണ്ട് പറഞ്ഞു നിർത്തി. തൻ്റെ ഏട്ടൻ എന്താ ഇതുപോലെ ക്രൈം ചെയ്യുന്നവരോട് ഇത്ര ദേഷ്യം? ഋതികയ്ക്ക് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അതൊക്കെ വലിയ കഥയാണ് ടീച്ചറെ. അതൊന്നും പുറത്തു പറയാനുള്ള അനുവാദം എനിക്കില്ല. എൻ്റെയും ഏട്ടൻ്റെയും മനസ്സിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ചിലത്, ഈ വീട്ടിലുള്ളവർ പോലും അറിയാതെ ഞങ്ങളുള്ളിൽ കുഴിച്ചു മൂടിയ രഹസ്യങ്ങൾ, എൻ്റെ ഏട്ടൻ്റെ ജീവിതം തകർത്തെറിയാൻ കെൽപ്പുള്ള രഹസ്യങ്ങൾ. ഹർഷൻ്റെ കണ്ണുകൾ നിറയുന്നതും അവൻ തൻ്റെ കൈമുഷ്ടി ചുരുട്ടി പിടിക്കുന്നതും ഋതിക കാണുന്നുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചത് കുഴപ്പമായോ ഹർഷ? താൻ വല്ലാതെ ഹൈപ്പർ ആകുന്നുണ്ട്. ഹർഷൻ്റെ ചുവന്ന കലങ്ങിയ കണ്ണുകൾ കണ്ട് ഋതിക പേടിയോടെ പറഞ്ഞു. ഏയ് നോനോ, അങ്ങനെയൊന്നുമില്ല ടീച്ചറെ. ഞാൻ പെട്ടെന്ന് കണ്ണുകളിൽ പടർന്ന ചുവപ്പ് അവളിൽ നിന്ന് മറയ്ക്കാൻ അവൻ ശ്രമിച്ചു. ഇപ്പോൾ താൻ ശരിക്കും ഒരു പോലീസുകാരനായി. ഹർഷൻ്റെ കൈകളിലും മുഖത്തും പിടച്ചു പൊന്തിയ ഞരമ്പുകളും അവൻ്റെ കണ്ണിൽ പടർന്നു കയറുന്ന ചുവപ്പു രാശിയും കണ്ട് ഋതിക ചെറു പുഞ്ചിരിയാലെ പറഞ്ഞു. പിന്നെ ഞാൻ അന്ന് ചോദിച്ച കാര്യം ഹർഷൻ എന്നോട് ഇതേവരെ പറഞ്ഞില്ല. ഋതികയിൽ പരിഭവം നിറഞ്ഞു. എന്ത് കാര്യമാണ് ടീച്ചർ? ഞാൻ ഓർക്കുന്നില്ല. അവൾ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാകാതെ ഹർഷൻ ചോദിച്ചു. തൻ്റെ ഏട്ടൻ എന്താ എപ്പോഴും ഇത്രയും ദേഷ്യമെന്ന് ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞില്ലല്ലോ ഇതേവരെ. ഓ അതാണോ? ടീച്ചർ ഇപ്പോൾ വല്ലാതെ മാറിപ്പോയി. വന്ന ടൈമിൽ ഈ വായ്ക്കുള്ളിൽ നാവുണ്ടോ എന്ന് സംശയമായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറി. സംസാരിക്കാൻ ടീച്ചർ തന്നെ കാരണമുണ്ടാക്കുന്നു. ഹർഷൻ കുറുമ്പോടെ പറഞ്ഞു. അത് അങ്ങനെയാണ് ഹർഷ. ഞാൻ ആദ്യമായി ഇവിടേക്ക് വരുമ്പോൾ എനിക്ക് ഇവിടെയുള്ള എല്ലാവരും അപരിചിതരാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഈ വീട്ടിൽ ഞാൻ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളത് ഹർഷനെയാണ്. ഹർഷവർദ്ധൻ എന്ന താൻ ജീവിക്കുന്നത് പോലും വസുദേവിന് വേണ്ടിയാണ്. ഇവിടെ വന്ന ആദ്യ ദിവസം തന്നെ ഞാൻ മനസ്സിലാക്കിയ കാര്യമാണത്. ശരിയാണ് ടീച്ചർ പറഞ്ഞത്. എനിക്ക് ഏട്ടനാണ് എല്ലാം. ഏട്ടൻ കഴിഞ്ഞേ ഉള്ളൂ ആരും. അല്ല, ടീച്ചർ എങ്ങനെയാ ഇതൊക്കെ മനസ്സിലാക്കിയത്? അതൊക്കെ മനസ്സിലാക്കാൻ അത്ര വലിയ ബുദ്ധിയൊന്നും വേണ്ട ഹർഷ. ഏട്ടനോടുള്ള തൻ്റെ പെരുമാറ്റം തന്നെ ധാരാളം. ആ അതും ശരിയാ. പക്ഷേ ഇത്രയും അടുത്തിടപഴകിയിട്ടും ടീച്ചറിനെ എനിക്കിനിയും മനസ്സിലായിട്ടില്ല. ടീച്ചറിനുള്ളിൽ എന്തോ വലിയ രഹസ്യം ഒളിഞ്ഞു കിടക്കുന്ന പോലൊരു ഫീലാ ഓരോ തവണ സംസാരിക്കുമ്പോഴും എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ എൻ്റെ തോന്നലാവും. ഋതികയെ നോക്കി ഹർഷൻ സംശയത്തോടെ പറഞ്ഞു. ആരുടെ ജീവിതത്തിലാണ് ഹർഷ രഹസ്യങ്ങളില്ലാത്തത്? ഇപ്പോൾ താൻ പറഞ്ഞില്ലേ തനിക്കും തൻ്റെ ഏട്ടനും മാത്രമായി ഒരുപാട് രഹസ്യങ്ങളുണ്ടെന്ന്. അതുപോലെ എനിക്കും എൻ്റെ മോൾക്കും ഉണ്ട് പുറത്ത് പറയാൻ കഴിയാത്ത രഹസ്യങ്ങൾ. നിങ്ങളെപ്പോലെ അത് സ്വയം ഉള്ളിൽ കുഴിച്ചു മൂടാനായിരുന്നു ഇവിടെ വരുന്നത് വരെ എനിക്കിഷ്ടം. പക്ഷേ ഇപ്പോൾ അത് വേണ്ടാന്ന് തോന്നുന്നു.
ചുണ്ടിലെ പുഞ്ചിരി കൈവിടാതെ തന്നെ പറയുന്ന ഋതികയെ ഹർഷൻ അത്ഭുതത്തോടെ നോക്കി നിന്നു. എൻ്റെ മോളുടെ അച്ഛൻ എവിടെയെന്ന് ഹർഷൻ ഒരു തവണ ചോദിച്ചിട്ടില്ലേ എന്നോട്? അന്ന് ഞാൻ തന്നോട് പറഞ്ഞു അയാൾ മരിച്ചു പോയിന്ന്. ഞാൻ പറഞ്ഞത് നുണയാ ഹർഷ. അയാൾ ഇന്നും ജീവനോടെ തന്നെ ഉണ്ട്. പക്ഷേ എനിക്കറിയില്ല അയാൾ ആരാണെന്നോ എവിടെയാണെന്നോ. ടീച്ചറെ, ഋതികയുടെ വാക്കുകളിൽ ഞെട്ടിക്കൊണ്ട് ഹർഷൻ വിളിച്ചുപോയി. സത്യമാണ് ഹർഷ, ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല. എനിക്ക് ഭർത്താവുമില്ല. പക്ഷെ എൻ്റെ കുഞ്ഞിന് അച്ഛനുണ്ട്. അത്രയും പറഞ്ഞുകൊണ്ട് ഋതിക തല താഴ്ത്തി. അപ്പോ ഇതെങ്ങനെ? ആരാണെന്നറിയാത്ത ഒരാളുടെ കുഞ്ഞ് അതെങ്ങനെയാ ടീച്ചറെ? ഹർഷനിൽ ഞെട്ടലാണ്. ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ ഹർഷ. ഞാൻ ഇവിടെ വരുന്നതിന് മുന്നേയായി താൻ എന്നെ കണ്ടിട്ടുള്ളത് എവിടെയാണെന്ന് ഓർത്തു നോക്കിയാൽ ഇതിനുള്ള ഉത്തരവും തനിക്ക് കിട്ടും. അവൾ പറഞ്ഞു തീർന്നതും ഹർഷന്റെ കാലുകൾ ഋതികയും മറികടന്ന് മുന്നിലേക്ക് ചലിച്ചു. അവൻ പോകുന്നത് നോക്കി നിന്ന ഋതികയുടെ കണ്ണുകളിൽ നിന്നും 2 തുള്ളി കണ്ണുനീർ അടർന്ന് ഭൂമിയിലേക്ക് പതിച്ചു. ഹർഷന്റെ കാലുകൾ ചെന്നു നിന്നത് അവൻ്റെ മുറിക്കുള്ളിലാണ്. മുറിക്കുള്ളിൽ തന്നെയുള്ള മറ്റൊരു വാതിലിലേക്ക് അവൻ നോക്കി. അവൻ്റെ തന്നെ ഓഫീസ് റൂമായിരുന്നു അത്. ഹർഷൻ വെപ്രാളത്തോടെ അതിലേക്ക് കയറി. ബെഡ്റൂമിനേക്കാൾ വലിപ്പം കുറഞ്ഞ ചെറുതല്ലാത്ത ഒരു മുറിയായിരുന്നു. അതിൻ്റെ ഒരു വശത്തെ ഭിത്തിയിൽ മുഴുവൻ കുറേയധികം ന്യൂസ് പേപ്പർ കട്ടിങ്സും റെഡ് പെൻ കൊണ്ട് മാർക്ക് ചെയ്ത കുറേയേറെ ഫോട്ടോസും ഒട്ടിച്ചിട്ടുണ്ട്. ഹർഷന്റെ കണ്ണുകൾ ആദ്യം പതിഞ്ഞത് അതിലേക്കാണ്. ഒപ്പം അവൻ്റെ കാൽപാദങ്ങളും അവിടേക്ക് ചലിച്ചു. അതിലുള്ള ഓരോ പേപ്പർ കട്ടിങ്ങും ഹർഷൻ വെപ്രാളത്തോടെ മറിച്ചു നോക്കി. അതിൽ താൻ പ്രത്യേകം എല്ലാത്തിൽ നിന്നും വേർപെടുത്തി മാറ്റി ഒട്ടിച്ചിരിക്കുന്ന ഒരു പേപ്പർ കട്ടിങ്ങിൽ അവൻ്റെ കണ്ണുകൾ ഉടക്കി. വിരലുകൾ വിറയലോടെ അതിലേക്ക് നീണ്ടു. അത് ചുവരിൽ നിന്നും വലിച്ചെടുത്തു. ചുവന്ന നിറത്തിൽ വലുതായി എഴുതിയിരിക്കുന്ന ഹെഡ്ലൈൻ വായിച്ചു. ഹെഡ്ലൈനിന് താഴെയായി പതിപ്പിച്ചിരിക്കുന്ന 3 ചിത്രങ്ങളിലൊന്നിൽ അവൻ തഴുകി. അതിനൊപ്പം അവൻ്റെ കണ്ണുകളും നിറഞ്ഞൊഴുകി. ആ ചിത്രത്തിലുള്ള പെൺകുട്ടിക്ക് ഋതികയുടെ അതേ മുഖഛായയാണ്. ഇപ്പോൾ ഉള്ളതിൽ നിന്നും തികച്ചും വ്യത്യസ്ത. ഏട്ടത്തി, അവൻ്റെ ചുണ്ടുകൾ മൊഴിയുന്നതിനൊപ്പം അലറിക്കരഞ്ഞുകൊണ്ട് ആ പേപ്പറും നെഞ്ചോട് ചേർത്ത് നിലത്തേക്ക് ഊർന്നിരുന്നു. ടീച്ചറെ, ഹർഷന്റെ വിളിയാണ് ഋതികയെ തിരിഞ്ഞു നോക്കാൻ പ്രേരിപ്പിച്ചത്. ഹാ, ഹർഷനോ? കയറി വാടോ. ചെക്ക് ചെയ്തുകൊണ്ടിരുന്ന പേപ്പേഴ്സ് നീക്കി വെച്ചുകൊണ്ട് അവൾ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു. കുഞ്ഞെവിടെ ഹർഷ? ഉറങ്ങാറാകുമ്പോൾ ജയന്തി ചേച്ചിയോ ഹർഷനോ കുഞ്ഞിനെ കൊണ്ടുവരാറുള്ളതാണ്. അതുവരെ കുഞ്ഞിപ്പെണ്ണ് വസുവിനൊപ്പം തന്നെ ആവും. വൈകിട്ട് സ്കൂളിൽ പോയി തിരിച്ചു വന്നു കഴിഞ്ഞുള്ള കുറച്ച് സമയം മാത്രമേ അവൾ ഋതികയ്ക്കൊപ്പം ഉണ്ടാകാറുള്ളൂ. ഇന്ന് നേരം വൈകിയിട്ടും കുഞ്ഞിനെ ആരും കൊണ്ടുവന്നിട്ടില്ല. ഇപ്പോൾ ഹർഷൻ വന്നിട്ടും കുഞ്ഞ് കൂടെയില്ല. എന്ത് പറ്റി ഹർഷ? എൻ്റെ മോളെവിടെ? അവൾ ചോദിച്ചിട്ടും മിണ്ടാതെ നിൽക്കുന്ന ഹർഷനെ കണ്ട് ഋതിക വീണ്ടും ചോദ്യം ആവർത്തിച്ചു. കുഞ്ഞിവിടെയുണ്ട്. ഹർഷന് പുറകിൽ നിന്നും പറഞ്ഞുകൊണ്ട് വസു മുന്നിലേക്ക് വന്നു നിന്നു. കയ്യിൽ കുഞ്ഞിപ്പെണ്ണും ഉണ്ട്. ആള് നല്ല ഉറക്കമാണ്. ഹർഷന്റെ കൂടെ വസുവിനെ കണ്ട് ആദ്യം ഋതിക ചെറുതായൊന്ന് ഞെട്ടി. പിന്നെ അത് മുഖത്ത് കാണിക്കാതെ അവൻ്റെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങാനായി മുന്നോട്ട് വന്നു. വേണ്ട, ഞാൻ കിടത്താം. അവൾക്ക് മറുത്തൊന്ന് പറയാനോ പ്രവർത്തിക്കാനോ കഴിയുന്നതിന് മുൻപ് വസു കുഞ്ഞുമായി ഔട്ട് ഹൗസിനുള്ളിലേക്ക് കയറി. അവന് പുറകെയായി ഹർഷനും. അവർ അകത്ത് കയറിയതും ഋതിക കുറച്ചു മാറി ഡോറിൻ്റെ സൈഡിലായി ഒതുങ്ങി നിന്നു. ഹർഷ, കുഞ്ഞിനെ റൂമിൽ കിടത്തിയിട്ട് പുറത്തേക്കിറങ്ങി വസു വിളിച്ചു. അവൻ വിളിച്ചതും കാര്യം മനസ്സിലായതുപോലെ ഹർഷൻ തിരിഞ്ഞുപോയി ഡോർ ലോക്ക് ചെയ്തു. അവൻ്റെ പ്രവൃത്തിയിൽ ഋതിക ശരിക്കും പേടിച്ചു. എന്താ ഇത്? എന്തിനാ ഡോർ ലോക്ക് ചെയ്തത്? ഡോർ തുറക്ക് ഹർഷ, അവൾ ഭയം ഉള്ളിൽ ഒളിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. പറ്റില്ല ടീച്ചർ, ഞങ്ങൾക്ക് ടീച്ചറിനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. അത് കഴിഞ്ഞ് തുറക്കാം. ഹർഷൻ അവിടെയുള്ള ഒരു ചെയർ വലിച്ചിട്ട് അതിലേക്ക് ഇരുന്ന് പറഞ്ഞു. തനിക്ക് മുന്നിലിരിക്കുന്നത് താൻ ഇത്രയും ദിവസം കണ്ട ഹർഷനല്ലെന്ന് ഋതികയ്ക്ക് മനസ്സിലായി. ശരിക്കും ഒരു പോലീസുകാരൻ്റെ ധാർഷ്ട്യമുണ്ടായിരുന്നു അവൻ്റെ വാക്കുകളിൽ. അവരുടെ വരവ് പ്രതീക്ഷിച്ചിരുന്നത് കൊണ്ട് തന്നെ അവൾ ധൈര്യം സംഭരിച്ചു നിന്നു. ടീച്ചർ ഇരിക്ക്. മറ്റൊരു ചെയർ അവൾക്ക് നേരെ നീക്കിയിട്ട് ഹർഷൻ പറഞ്ഞു. അവൻ പറഞ്ഞത് കേട്ടിട്ടും ഋതിക നിന്നിടത്തു നിന്നും അനങ്ങിയില്ല. അവൾ കൈകൾ കൂട്ടിത്തിരുമ്മി അവിടെ തന്നെ നിന്നു. ഇരിക്കാൻ. അത് കണ്ടതും ഹർഷൻ അല്പം ദേഷ്യത്തിൽ പറഞ്ഞു. അവൻ്റെ ശബ്ദം മാറിയതും ഋതിക പേടിയോടെ അവൻ നീക്കിയിട്ട ചെയറിലേക്കിരുന്നു.
ഇതെല്ലാം നോക്കിക്കൊണ്ട് തന്നെ വസുവും ഹർഷനടുത്ത് ഒരു ചെയറിട്ടിരുന്നു. ഇനി പറയണം ടീച്ചർ, ആരാണ് ശിവാനിയുടെ അച്ഛൻ? അവൻ്റെ സ്വരത്തിൽ ഗൗരവം നിറഞ്ഞു.